നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായം വിതരണം ചെയ്തു. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സഹായധനം പെരിയ SN കോളേജിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് കൈമാറി. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പരിധിയിലുള്ള കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 145 ക്ഷേത്രങ്ങൾ, ദേവസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്വരൂപിച്ച സഹായമാണ് മന്ത്രി വിതരണം ചെയ്തത്. പരിക്കേറ്റവരുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ആവശ്യമായത് ചെയ്യുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ജീവൻ നഷ്ടപ്പെട്ട അവരുടെ കുടുംബങ്ങളെ സഹായിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തിവരികയാണ്. ഇവിടെ അതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കിടക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കുടുംബങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും നഷ്ടം തീരാൻ വേണ്ടി പോകുന്നില്ല എന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ ആ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി വളരെ മാതൃകാപരമായി ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി മുന്നോട്ട് വന്നുകൊണ്ടുള്ളത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതമാണ് നൽകിയത്. ഉത്തര മലബാറിലെ വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികർ ചടങ്ങിൽ പങ്കെടുത്തു. വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ജോലി നൽകാൻ സർക്കാർ തലത്തിൽ നടപടി വേണമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ പറഞ്ഞു. അതിന് പിന്നാലെയാണ് ശേഷം കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ 140 വരുന്ന സമുദായ ക്ഷേത്രത്തിന്റെ പങ്ക് കൂടി ആ ബന്ധുരായ കുടുംബങ്ങൾ നൽകണമെന്നും ആരോപിക്കുകയും അതിന് ശ്രീനഗരത്തെ കഴിഞ്ഞ അപ്പാടായിട്ട് തുറക്കം കൊടുക്കുകയും അങ്ങനെ ശേഖരിച്ചെടുത്ത പൈസ 1 ലക്ഷം രൂപ വീതം ശ്രീ കുഞ്ഞമ്മയെ കൊടുക്കണമെന്ന് പറയുകയും അത് പൂർണ്ണമായും പാലിച്ചുകൊണ്ട് 6 കുടുംബങ്ങളെ വിളിച്ചു വെച്ചിരിക്കുകയാണ്. CH കുഞ്ഞമ്പു MLA, പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ, KV ബാലകൃഷ്ണൻ, നാരായണൻ കുളത്തൂർ, ഡോക്ടർ ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.